ഹോർമുസിലെ ഒമാന്റെ നിയന്ത്രണവും ഇറാൻ ഏറ്റെടുത്തു. ഇത്രയും കാലം അത് ഒമാന്റെ പരിധി വെച്ചുകൊണ്ടായിരുന്നു നിയന്ത്രണ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഒരു പരിധി വരെ അവരങ്ങനെ നേരിട്ട് ഇടപെടൽ നടത്തിയിട്ടില്ലെങ്കിൽ പോലും. എന്നാൽ ആ നിയന്ത്രണം കൂടി നിലവിൽ ഇപ്പോൾ ഇറാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റെടുക്കുന്നതിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഫ്രാൻസിൻ്റെ കപ്പൽ മടങ്ങിയതോടുകൂടി ഒരു ഔദ്യോഗിക പ്രസ്താവന തന്നെ ഇറാൻ പുറപ്പെടുവിക്കുകയും ചെയ്തു. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒന്നും പ്രതികരിച്ചിട്ടില്ല എന്നൊരു പ്രത്യേകത ഉണ്ട്. ഫ്രാൻസിൻ്റെ കപ്പൽ അവിടെ വന്നത് അത് അമേരിക്കയുടെ നിർബന്ധമായിരിക്കുന്ന സമ്മർദ്ദത്തിന് വൈകിട്ടാണ്. പല ഘട്ടങ്ങളിൽ പല തരത്തിലും അവർ ഈ വിഷയം പറയപ്പെടുക തന്നെ ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾ അവിടെ വരണം. അത് യൂറോപ്യൻ രാജ്യങ്ങളോട് മൊത്തമാണ് പറഞ്ഞത്. ജർമ്മനിയോട്, ഫ്രാൻസിനോട്, ഇറ്റലിയോട്, പല രാജ്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഫ്രാൻസ് മാത്രമാണ് എത്തിയത്. ഈ മേഖലയിൽ വരികയും ഇതൊരു അന്താരാഷ്ട്ര പാതയാണ് എന്നതിനാൽ ഇവിടെ മറ്റുള്ള കപ്പലുകൾക്ക് സുരക്ഷ ഒരുക്കാൻ വേണ്ടിയിട്ട് തങ്ങളെ സഹായിക്കണം എന്നുള്ളതാണ്. യൂറോപ്യൻ രാജ്യങ്ങളോട് അമേരിക്ക എന്ന് പറഞ്ഞ ഒരു രാജ്യം സഹായം ആവശ്യപ്പെട്ടത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അതൊന്നും ഉണ്ടാവാറില്ല. അമേരിക്ക ഒപ്പരം നിൽക്കുക എന്നുള്ളത്, നെയ്യൽ പോലെ നിൽക്കുക എന്നുള്ളതല്ലാതെ അതിൻ്റെ അപ്പുറമുള്ള കാര്യങ്ങളൊന്നും സാധാരണഗതിയിൽ യൂറോപ്യയുടെ ഭാഗത്തുണ്ടായിട്ടില്ല. പക്ഷേ സഹായം ആവശ്യപ്പെട്ട ഒരു പ്രാവശ്യം എന്നല്ല, പല ഘട്ടങ്ങളിലും പല തരത്തിൽ സഹായം ആവശ്യപ്പെട്ടു. ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്ന ജോ ബൈഡൻ യൂറോപ്യൻ രാജ്യങ്ങളോട് സഹായം ആവശ്യപ്പെട്ടവർ കൊടുത്തിട്ടില്ല. അറേബ്യൻ രാജ്യങ്ങൾ പോലും സഹകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ രണ്ടാം ഘട്ടത്തിലാണ് ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് നിർബന്ധമായിരിക്കും സഹായം ആവശ്യപ്പെടുകയും ഫ്രാൻസിൻ്റെ കപ്പൽ അവിടെ എത്തുകയും ചെയ്തു. IRGC ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്പ് ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചു. അത് ഈ ഫ്രാൻസിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ നിന്ന് കത്തുന്ന ഒരു കാഴ്ചയാണ് വരാൻ പോകുന്ന ദിവസങ്ങൾ കാണാൻ പോകുന്നത്. അതല്ലെങ്കിൽ നിങ്ങളെ ഉണ്ടാവില്ല. കടലിൻ്റെ ആയപ്പരപ്പിൽ ടൈറ്റാനിക്കിൻ്റെ കപ്പൽ തിരയുന്ന പോലെ വരാൻ പോകുന്ന തലമുറ നിങ്ങൾ തിരഞ്ഞ് അന്വേഷിക്കേണ്ടി വരും. ക്യാമറ ഒക്കെ വെച്ചിട്ട് കടലിൻ്റെ അടിയിലേക്കോട്ട് തിരയുന്ന സമയത്ത് മാത്രമേ ഇങ്ങനൊരു കപ്പൽ ഉണ്ടായിട്ടുണ്ട്, അതിൽ കുറേ മനുഷ്യന്മാരുണ്ടായിരുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടി സാധിക്കും. ആയക്കടലിലേക്ക് അത് ഈ താന്നു പോകുന്ന ഒരു സ്ഥിതിയുള്ള സാഹചര്യങ്ങളും സംവിധാനം തങ്ങളുണ്ടാകും. ആയക്കടലിൽ പോയാൽ പിന്നെ അത് കെട്ടി വന്നിച്ച് വലിച്ചു കൊണ്ടുവരാൻ നമുക്ക് വലിയ പ്രയാസമാണ്. ടൈറ്റാനിക് കപ്പൽ ഇപ്പോഴും കടലിലുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ഈ രണ്ട് പ്രസ്താവന നിസ്സാരമായിരിക്കുന്ന പ്രസ്താവനയായിട്ടല്ല കണ്ടത്. ഇത് ഗൗരവമായിട്ടുള്ള കാര്യം വെച്ചാൽ ഇറാനാണ് പറയുന്നത്. അവർ ആ പ്രവൃത്തി ചെയ്യും. കാരണം വെച്ചാൽ അവർ രണ്ട് തരയും നഷ്ടപ്പെട്ടിരിക്കുന്ന, അതായത് ഭരണ സംവിധാനത്തെ അട്ടിമറിക്കുന്ന രീതിയിലേക്കുള്ള റൂട്ടിലൂടെയാണ് അമേരിക്ക യാത്ര ചെയ്തത് എന്നതിനാൽ നിലനിൽപ്പിന് വേണ്ടി അവരെന്ത് ചെയ്യും. അങ്ങനെ അവരുടെ വിദേശകാര്യ ഡിപ്പാർട്ട്മെൻ്റ് അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും ഫ്രാൻസിനോട് കപ്പൽ മടക്കി കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അത് ഒരു നിലനിൽപ്പിൻ്റെയും ഒരു അഭിമാനത്തിൻ്റെയും വിഷയമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിൽ ഇതിനുള്ള പ്രത്യാക്രമണം. ഒന്ന് കപ്പലിന് നേരെ ഉണ്ടാവും, അപ്പോൾ കപ്പലിന് വലിയ നഷ്ടങ്ങളുണ്ടാവും. അത് ആ രീതിയിൽ പോയി. രണ്ടാമത്തേത് അറേബ്യൻ രാജ്യങ്ങളിൽ മിഡിൽ ഈസ്റ്റ് ബന്ധപ്പെട്ട മേഖലകളിലെല്ലാം പ്രവർത്തിക്കുന്ന ഫ്രാൻസിൻ്റെ എംബസി, കോൺസുലേറ്റ്, അവിടുത്തെ ജോലി ചെയ്യുന്ന ജനങ്ങൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട സർവേ ബാങ്കിങ് സംവിധാനം പോലുണ്ട്. അറേബ്യൻ രാജ്യങ്ങളൊക്കെ ഫ്രാൻസ് ബാങ്കുകളുണ്ട്. ഫ്രാൻസ് എന്ന് പറഞ്ഞാൽ ഫ്രാൻസ് സൗദി ബാങ്ക്, ഫ്രാൻസ് അമേരിക്കൻ ബാങ്ക്, ഫ്രാൻസ് ഒമാനി ബാങ്ക്, അങ്ങനെ അങ്ങോട്ട് ലിങ്ക് ചെയ്തുകൊണ്ടാണ് അവിടെ ബാങ്കിങ് സംവിധാനം പ്രവർത്തിക്കുന്നത്, സാമ്പത്തിക ഇടപാടൊക്കെ. അപ്പോൾ ഒരാൾ ഫ്രാൻസിലുണ്ടെങ്കിൽ ആ ഫ്രാൻസുകാരന് എവിടെ UAE വരുന്നതെങ്കിൽ അതേ ഫ്രാൻസ് UAE ബാങ്ക് ഉണ്ടാവും, എവിടെ UAE അകത്തുണ്ടാവും. ഇത് തന്നെ ഫ്രാൻസിലുണ്ടാവും. അപ്പോൾ അവിടെ പണം ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് ഇവിടുന്ന് വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ചെക്ക് കൊണ്ടുവരേണ്ട, വേറെ കാര്യങ്ങൾ വേണ്ട, അവരുടെ ATM കാർഡ് മാത്രം ഉണ്ടെങ്കിൽ വിഡ്രോ ചെയ്യാനുള്ള സംവിധാനം. ആ തരത്തിൽ സാമ്പത്തിക ബന്ധങ്ങൾ കൂട്ടി യോജിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഫ്രാൻസും അറേബ്യൻ രാജ്യങ്ങളും. എല്ലാം തകർന്നു പോകും. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അറേബ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഒരു അമേരിക്കൻ പൗരന് സ്വതന്ത്രമായ രീതിയിൽ നടന്നു പോകാൻ വേണ്ടി ധൈര്യമില്ലാത്ത സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. പൊതുമേഖല, അതായത് അറിയപ്പെടുന്ന VIP VVIP മേഖലയിലൊന്നും ഇപ്പോൾ അമേരിക്കയുടെ സൈനികരോ പൗരന്മാരോ ആരും താമസിക്കുന്നില്ല. ഒറ്റപ്പെട്ട ഏരിയയിലും ആ രാജ്യത്തുള്ള പൗരന്മാരുടെ താമസ സ്ഥലത്ത് ശ്രദ്ധിക്കപ്പെടാത്ത രീതിയിൽ മാത്രമാണ് താമസിക്കുക. പല ആൾക്കാരും അവിടുന്ന് രാജ്യം വിട്ട് അമേരിക്കയിലേക്ക് പോയി ചെയ്തു. സുരക്ഷിതത്വം ഇല്ല. അങ്ങനത്തെ ഒരു വലിയ പ്രശ്നവും വലിയ വിഷയം അവിടെ ഉണ്ട്. ഈ സാഹചര്യത്തിലേക്ക് അതായത് പൊതുശത്രുവായിട്ട് ഇസ്രായേലിനോടും അമേരിക്കയോടും ഒപ്പം ഫ്രാൻസിനെ ഇറാൻ എഴുതി ചേർക്കുന്ന സ്ഥിതി ഉണ്ടായാൽ പിന്നീട് നമ്മൾക്ക് വേറെ ജോലിക്കൊന്നും പോകണ്ട. ഇറാൻ ആക്രമിക്കുന്നതും ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് തന്നെ ഊന്നൽ നൽകേണ്ട സ്ഥിതി വരും. രാജ്യം അരക്ഷിതാവസ്ഥയിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണ് വരിക എന്നൊക്കെ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ പതുക്കെ ഫ്രാൻസ് എന്ത് ചെയ്തു, കപ്പലിനെ റിവേഴ്സ് അടിച്ചിട്ട് തിരിച്ചുപോയി. അതോടുകൂടി ആ വിഷയം അവസാനിച്ചു. അപ്പോൾ പിന്നെ ഒമാൻ്റെ ബാക്കി നിയന്ത്രണം. ഒമാൻ്റെ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ ഹോർമുസ് കടലിൽ നമുക്കറിയാം ആകെയുള്ളത് 15 മുതൽ 35 കിലോമീറ്റർ വീതിയും 90 കിലോമീറ്റർ നീളവുമാണ്. ഇതിൽ പകുതിയാണ് 35 കിലോമീറ്റർ അല്ലെ 15 കിലോമീറ്റർ ഉള്ള സ്ഥലത്ത് 7 കിലോമീറ്റർ ഇറാൻ്റെതാണ്, 7 കിലോമീറ്റർ ഒമാൻ്റെതാണ്. 30 കിലോമീറ്ററിലെടുത്ത് 15 കിലോമീറ്ററിന് നിയന്ത്രണം ഒമാൻ്റെതാണ്, ബാക്കി ഇറാൻ്റെ. ആ തരത്തിലാണ്. ഇപ്പോൾ അതെന്ത് ചെയ്തിട്ടുണ്ട്, അത് സർവ്വ മേഖലയും ഇറാൻ പിടിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ്.
അതായത് ഇവിടുന്ന് തന്നെ 30 കിലോമീറ്റർ ദൂരപരിധിയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി വളരെ എളുപ്പത്തിൽ ഇറാന് സാധിക്കുമല്ലോ. അങ്ങനെ ആ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കരാർ വ്യവസ്ഥയുണ്ട്. കരാർ വ്യവസ്ഥ ഹോർമുസ് കടലിലൂടെ ഇറാൻ കാണിച്ചു തരുന്ന റൂട്ടിലൂടെ അവരുടെ പാതയിലൂടെ കപ്പലിന് സഞ്ചാരം നടത്താൻ പ്രശ്നമൊന്നുമില്ല. ചില കപ്പലോട് അവർ ഇത് വാങ്ങുന്നുണ്ട്, ഈ ചുങ്കം വാങ്ങുന്നുണ്ട്. അത് അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതിൽ ഇടപെടാൻ വേണ്ടി അമേരിക്ക ഇപ്പോൾ നിലവിൽ ധൈര്യമില്ല. അതുകൊണ്ട് വാങ്ങുന്നതും വാങ്ങാത്തതൊക്കെ പലതരത്തിലാണ് പോകുന്നത്. നല്ലൊരു സംഖ്യ ദിവസം ഇപ്പോൾ ഇറാൻ വരുമാനമായിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഹോർമുസ് കടൽ ഒരിക്കൽ പോലും അവരുടെ അന്താരാഷ്ട്ര പാതയായി ഇനി വരാൻ പോകുന്നില്ല. അത് ഇറാൻ്റെ നിയന്ത്രണത്തിലാവും. കാരണം വെച്ചാൽ അതിനെ തൊട്ടതോടുകൂടിയാണ് ലോകത്താകമാനുള്ള സാമ്പത്തിക മേഖല വലിയ ഇളക്കം പറ്റിയത്. 42% അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്ത് പെട്രോൾ ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നിസ്സാരമൊന്നുമല്ല. ജനങ്ങൾ തെരുവിലാണ്. അമേരിക്കയുടെ ഈ വിലക്കേട്, ട്രംപിൻ്റെ ഈ വെഡിത്തങ്ങളൊക്കെ ചെയ്തതിൻ്റെ പ്രതിഫലനം അനുഭവിക്കുന്ന ആരാണ്? അത് അവിടുത്തെ ജനങ്ങളാണ് എന്നതിനാൽ അവർ സാധാരണക്കാരും അവിടെ ഉണ്ടല്ലോ, അമേരിക്കയിലും സാധാരണക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ ജീവിത നിലവാര ജീവിത അവസ്ഥകളും വല്ലാത്ത രീതിയിൽ പ്രയാസപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളും കൃത്യമാണ്. ആ തരത്തിലാണ് അവിടുത്തെ. അതുകൊണ്ട് ഈ ഹോർമുസിനെ തൊട്ടതോട് കൂടിയിട്ടാണ് അമേരിക്കയുടെ കൈ പൊള്ളിയിരിക്കുന്നത്. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഹോർമുസ് എന്ന് പറഞ്ഞാൽ ആണവായുധത്തിനേക്കാണ് വലിയ രീതിയിലുള്ള ഗുണം ചെയ്യുന്നു എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. ബോംബിടാതെ, ആളുകൾ കൊല്ലാതെ, അങ്ങനെ തന്നെ ഇതിൻ്റെ നിയന്ത്രണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് അവർ നീങ്ങുന്ന സമയത്ത് ഇതേ സ്ഥിതി ഉണ്ടാകും. അമേരിക്ക ഇത് പൊളിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഈ 15 കിലോമീറ്റർ നമ്മൾ പറയപ്പെട്ട ഈ മേഖല, ആ മേഖലയിൽ തന്നെ ആകെ 2 മുതൽ 3 കിലോമീറ്റർ മാത്രമേ വീതി കണക്കാക്കുന്ന സമയത്ത് കപ്പൽ സഞ്ചാരത്തിന് യോഗ്യമായിരിക്കുന്ന സ്ഥലമുള്ളൂ. 15 കിലോമീറ്റർ 30 കിലോമീറ്റർ എടുക്കുന്ന സമയത്ത് അതിൽ 2 മുതൽ 3 കിലോമീറ്റർ വീതിയിൽ, പിന്നെ നീളം 90 കിലോമീറ്റർ നമ്മൾ പറഞ്ഞു, അതിൽ മാത്രമേ കപ്പലിന് പോകാൻ വേണ്ടി. കപ്പലിന് പോകണമെങ്കിൽ അത്രത്തോളം വെള്ളം ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധമാണ്. അതിൻ്റെ അടിഭാഗത്ത് ഈ പാറകളോ അതല്ലെങ്കിൽ മണ്ണുകളോ മൺകൂനകളോ അതൊന്നും ഉണ്ടാകാൻ പാടില്ല. കഴിഞ്ഞ പ്രാവശ്യം മൺകൂനയിൽ ഇടിച്ചുകൊണ്ട് ഒരു കപ്പൽ നിന്ന് പോയിട്ടുണ്ട്. അത് ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന റൂട്ട് മാപ്പ് തെറ്റിച്ചുകൊണ്ട് യാത്ര ചെയ്ത കപ്പലാണ് അങ്ങനെ കുടുങ്ങിപ്പോയത്. അത് അവരോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അത് ഇനി അവിടുന്ന് നേരായി കിട്ടാന്ന് വലിയ പ്രയാസം. അതിങ്ങനെ ചരിഞ്ഞുകൊണ്ടിരിക്കുന്ന അന്നത്തെ റിപ്പോർട്ട്. പിന്നെ അതിൻ്റെ റിപ്പോർട്ടുകൾ പിന്നെ പുറത്തു വന്നിട്ടില്ല. ഈ ഒരു സാഹചര്യങ്ങളും ഈ അവസ്ഥകളും ഈ കടലുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് നിലവിലുണ്ട്. അപ്പോൾ അമേരിക്ക ചെയ്തിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇറാൻ്റെ ഈ 15 കിലോമീറ്റർ അല്ലെങ്കിൽ ഈ ബന്ധപ്പെട്ട ഏരിയകൾ തൊടാതെ ഒമാൻ്റെ ഏരിയയിലൂടെ പുതിയൊരു റൂട്ട് പാത ഉണ്ടാക്കി. ആ റൂട്ട് പാതയിലൂടെ കപ്പൽ പോവുകയും ചെയ്തിട്ടുണ്ട്. അത് സമാന്തര പാത എന്നുള്ളതാണ് ഇറാൻ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടിരുന്നത്. ഇറാൻ എന്ത് ചെയ്തു? ഈ കരാർ വ്യവസ്ഥ, ഖത്തറിൽ വെച്ചൊരു കരാർ വ്യവസ്ഥ ഉണ്ടായി. നേരിട്ട് അമേരിക്കയും ഇറാനും സംസാരിച്ചിട്ടില്ലെങ്കിൽ പോലും മധ്യസ്ഥരായിരിക്കുന്ന പാകിസ്ഥാനും ഖത്തറും എല്ലാം കൂടി ചേർന്ന് കൊണ്ടൊരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കി. ആ കരാർ വ്യവസ്ഥയിൽ ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട പൂർണ്ണമായിരിക്കുന്ന അധികാരം ഇറാൻ്റെ തന്നെയാണ് എന്ന് പറഞ്ഞതോടുകൂടി എന്ത് ചെയ്തു? ഒമാൻ്റെ ഏരിയയും കൂടി പിടിച്ചെടുത്തു. ഒമാൻ്റെ ഭാഗത്തുകൂടെ ഇപ്പോൾ ഏതൊരു കപ്പൽ പോവുകയാണെങ്കിൽ തങ്ങൾ ആക്രമിക്കും എന്നൊരു മുന്നറിയിപ്പ് നൽകി. തങ്ങളുടെ മൈനുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പല മേഖലകളിലും അത് നിക്ഷേപിച്ചിട്ടുണ്ട്. അത് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നാശനഷ്ടങ്ങൾക്കും ഞങ്ങൾ ഉത്തരവാദിയല്ല, ഇൻഷുറൻസ് പോലും കിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, അതിലൂടെ പോകരുത് എന്നുള്ളത്. ഞങ്ങൾ കൃത്യമായിരിക്കുന്ന ഒരു റൂട്ട് മാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, ആ മാപ്പിലൂടെ മാത്രമേ പോകാൻ പറ്റൂ എന്ന് ഇറാൻ പറയുന്നു. അങ്ങനെ യഥാർത്ഥത്തിൽ അവർ കുടുങ്ങിപ്പോയി. അപ്പോൾ ഒമാനെ സംബന്ധിച്ചിടത്തോളം ഒമാൻ്റെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാർ, ലീഡർഷിപ്പുള്ള നേതാക്കന്മാർ ഇപ്പോൾ ഇറാനിലെത്തിയിട്ടുണ്ട്. ആയത്തുള്ള അലി ഖംനായുടെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തി. അവർ തമ്മിൽ വലിയ സൗഹൃദമാണ്, വലിയ ബന്ധമാണ്. അങ്ങനെയാണെങ്കിലും ഒമാൻ്റെ തീരത്ത് നിന്ന് ഖത്തർ ഇറാനെ അമേരിക്ക ആക്രമിച്ച സമയത്ത് 2 കപ്പലിന് നേരെ ഇറാൻ തിരിച്ചടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഉണ്ടാവുമെന്ന് പറയും ചെയ്തിട്ട് തങ്ങളുടെ രാജ്യത്തിന് നേരെ ആക്രമണം നടത്തി കഴിഞ്ഞാൽ ഒമാൻ സൗഹൃദ രാജ്യമാണ് എന്നുള്ളതും തങ്ങൾ നോക്കില്ല എന്ന് മുമ്പ് പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് ചുരുക്കം. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ തൊടാൻ പോലും ഇപ്പോൾ അമേരിക്കയ്ക്ക് പേടിയാണ്. അതുകൊണ്ട് അമേരിക്ക ഈ സമാന്തര പാതയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നില്ല. ഇറാൻ എന്ത് ചെയ്തു? ഇറാൻ അത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയിട്ട് ആ മേഖലയും കൂടി പിടിച്ചെടുക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മേഖലയുടെ, അതായത് ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങൾ മുന്നോട്ട് വെക്കുന്ന റൂട്ട് പാതയിലൂടെ അല്ലാതെ തങ്ങളുടെ അനുമതി ഇല്ലാതെ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഏതൊരു കപ്പൽ പോയാലും തങ്ങൾ ആക്രമിക്കുന്നതാണ്, തകർക്കുന്നതാണ് എന്നൊക്കെയാണ് റിപ്പോർട്ട് പറയുന്നത്. അപ്പോൾ അതോടുകൂടി ലോക രാജ്യങ്ങൾക്ക് പേടിയായ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ രീതിയിലുള്ള ഒരു കപ്പലിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ പണം മുടക്കിയിട്ടാണ് ഈ കപ്പൽ ഇറക്കുന്നത്. പിന്നെ അതിലൊക്കെ വില കൂടിയ, കപ്പലിനേക്കാണ് വില കൂടിയിരിക്കുന്ന വസ്തുക്കൾ, പെട്രോളിയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് പോകുന്നത്. ആ കപ്പൽ തകരുന്ന സമയത്തുള്ള വിഷയം എന്ന് വെച്ചാൽ കപ്പൽ തകരുന്നു, അതോടൊപ്പം അതിലുള്ള ലോഡുകൾ ഇല്ലാതാകുന്നു, അതോടൊപ്പം അതിലെ മനുഷ്യന്മാർക്ക് പ്രശ്നം ഉണ്ടാകുന്നു. പിന്നെ ഈ കപ്പലൊക്കെ താവുകയാണെങ്കിൽ മരണം റിപ്പോർട്ട് ചെയ്യുന്നു. ഈ കപ്പലിൻ്റെ വെടിവെപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ സൈനികർ, അതിനുണ്ടാകുന്ന സൈനികരോ സാധാരണക്കാരോ മരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് എവിടെയും റിപ്പോർട്ട് പോലും പറയാറില്ല.
ഒരു മനുഷ്യനിപ്പോൾ കടലിലേക്കാട് താന്നു പോയി പിന്നെ തിരിച്ചറിവൊന്നുമില്ല. കടലിൽ വീണ് പോയിരിക്കുന്ന ഒരു സൈനികന് വേണ്ടിയിട്ട് വല്ലാത്ത രീതിയിലുള്ള ഒരു തെരച്ചിൽ നടത്തുക എന്നുള്ള സംവിധാനമൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് വല്ലാത്തൊരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. കപ്പലിനെ നിയന്ത്രിക്കുന്ന, അല്ല കപ്പലുമായിട്ട് ബന്ധപ്പെട്ട് സർവീസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഈ മേഖലയുടെ പോകുക എന്ന് പറഞ്ഞത് തന്നെ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഈ മേഖല കൂടി ഏറ്റെടുത്തതോടുകൂടി അമേരിക്കക്ക് ഹോർമസുമായിട്ട് ബന്ധപ്പെട്ട് ഒരക്ഷരം പറയാനില്ലാത്ത സാഹചര്യങ്ങൾ നിലവിൽ വന്നിരിക്കുന്നു എന്ന് ചുരുക്കം.